ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ 32nd ക്ലാസ്സാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഓസിലേഷൻസ് എന്ന ചാപ്റ്ററാണ്. ആ ഒരു ഓസിലേഷൻസ് എന്ന ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുഴുവനും ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഡിറൈവ് ചെയ്യാനുള്ള ഡെറിവേഷൻ എങ്ങനെയാണ് ആ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഡെറിവേഷൻ എങ്ങനെയാണ് ആ ഒരു ടൈം പീരീഡ് t = 2π√L/g എന്ന ഒരു ഫോർമുലയിലേക്ക് ഡെറിവേഷനിലൂടെ എത്തുക. ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ആ ഒരു ഡെറിവേഷനിലൂടെ ലെങ്ത് ഡെറിവേഷൻ ആയിരുന്നു. ആ ഒരു ഡെറിവേഷനിലൂടെ നമ്മൾ കണ്ടു ടൈം പീരീഡ് t, ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ടൈം പീരീഡ് t = 2π√L/g എന്നാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൂടെ കണ്ടത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. കൂടാതെ തന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ ആ ഡെറിവേഷൻ്റെ ഭാഗമായിട്ട് വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് ടോർക്ക്, എന്താണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, ആംഗുലർ ആക്സിലറേഷൻ എന്താണ്, ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ഫ്രീക്വൻസി, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതെല്ലാം എന്തൊക്കെയാണെന്നുള്ളതെല്ലാം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം വരുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോർമുലയെ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഫോർമുലയായ t = 2π√L/g എന്ന ഒരു ഫോർമുലയെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം റിമൈനിങ് ടോപ്പിക്സിലേക്ക് പോകാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ശരിക്കും ആ ഫോർമുലയെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാമെന്നൊക്കെ ഓർത്തായിരുന്നു വരുന്നത്. അപ്പോൾ 2 ദിവസം മുമ്പ് 10th ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തു. അവർക്ക് കലോറിമെട്രി എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡൗട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് എടുത്തത് നല്ലതായിരിക്കും എന്നത് 10th ക്ലാസ്സിലെ കുട്ടികളിങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് നൽകിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ 10th ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കലോറിമെട്രി എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടൈം പീരീഡ് t = 2π√L/g എന്ന ഫോർമുലയെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അതിനുശേഷം ഓസിലേഷൻസ് എന്ന ചാപ്റ്ററിലെ റിമൈനിങ് ടോപ്പിക്സിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ റിക്വസ്റ്റ് ചെയ്ത കുട്ടികൾക്ക് വേണ്ടി 10th ക്ലാസ്സിലെ റിക്വസ്റ്റ് ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയും പിന്നെ 10th ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലോറിമെട്രി എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. കലോറിമെട്രി. അപ്പോൾ കലോറിമെട്രി എന്ന ആ ഒരു നെയിമിൽ തന്നെ ഉണ്ട് ആ ഒരു വാക്കിൻ്റെ അർത്ഥം. കലോറി എപ്പോഴും നമ്മൾ പറയുന്നത് ഒരു എനർജിയെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലേ? കലോറി എപ്പോഴും നമ്മൾ പറയുക എനർജിയെ മെഷർ ചെയ്യാനായിട്ട്. എനർജി എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി റിലീസ് ആകപ്പെട്ടു അല്ലെങ്കിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്യപ്പെട്ടു, ആ ഒരു മെഷറാണ് എപ്പോഴും നമുക്ക് കലോറി നൽകുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കലോറിമെട്രി എന്ന ആ ഒരു വാക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് എനർജിയുമായിട്ടാണ്. കാരണം അതാണ് കലോറിമെട്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. കലോറി എപ്പോഴും നമ്മൾ ഒരു എനർജിയെ മെഷർ ചെയ്യാനാണ് നമ്മളെപ്പോഴും കലോറി പറയുക, അല്ലേ? കലോറി എപ്പോഴും നമ്മൾ എനർജി മെഷർ ചെയ്യാനാണ് പറയുക. അതുകൊണ്ട് തന്നെ ഈ കലോറിമെട്രി എന്ന ടോപ്പിക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് എനർജിയുമായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇനി ഈ ഒരു കലോറിമെട്രി എന്താണെന്ന് വെച്ചാൽ ഈ കലോറിമെട്രി ശരിക്കും ഒരു പ്രോസസ്സാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യപ്പെട്ടു, ആ ഒരു മെഷർ, ആ ഒരു റിലീസ് ചെയ്യപ്പെട്ട എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ അബ്സോർബ് ചെയ്യപ്പെട്ട ഹീറ്റ് എനർജിയെ മെഷർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു കലോറിമെട്രി. അപ്പോൾ കലോറിമെട്രി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രോസസ്സാണ്, എനർജിയെ മെഷർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഹീറ്റ് എനർജിയെ മെഷർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു കലോറിമെട്രി. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്രോസസ്സിനെ കലോറിമെട്രി, എനർജിയെ മെഷർ ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു പ്രോസസ്സിന് കലോറിമെട്രി എന്ന പേര് വന്നത്. അപ്പോൾ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്താലും കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ ധാരാളം കെമിക്കൽ റിയാക്ഷൻസ് കാണാറുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കോമൺ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഏതൊക്കെയാണ്? ഒരു ക്യാൻഡിൽ കത്തിക്കുമ്പോൾ ആ ക്യാൻഡിൽ മെൽറ്റ് ചെയ്യും. അത് ശരിക്കും ഒരു കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിളാണ്. പിന്നെ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ നമ്മൾ ഫ്രീസ് ചെയ്താൽ ആ വാട്ടർ ഐസിലേക്ക് ട്രാൻസ്ഫോം ആകും. അതൊരു കെമിക്കൽ റിയാക്ഷനാണ്.
ഒരു പേപ്പർ കത്തി എറിയുന്നത് അതൊരു കെമിക്കൽ റിയാക്ഷനാണ്. അങ്ങനെ നമ്മൾ ഡെയിലി ലൈഫിൽ ധാരാളം കെമിക്കൽ റിയാക്ഷൻസ് കാണാറുണ്ട്. അപ്പോൾ ഈ എല്ലാ കെമിക്കൽ റിയാക്ഷൻസ് നോക്കുമ്പോൾ ചെറിയ കെമിക്കൽ റിയാക്ഷൻസിൽ ആ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഫലമായിട്ട് ഹീറ്റ് എനർജി റിലീസ് ചെയ്യപ്പെടുമായിരിക്കും. അല്ലെങ്കിൽ മറ്റു ചില കെമിക്കൽ റിയാക്ഷൻസിൽ ആ കെമിക്കൽ റിയാക്ഷൻ വഴി ഹീറ്റ് എനർജി അബ്സോർബ് ആക്കപ്പെടും. എന്താണെങ്കിലും എത്രത്തോളം ആ ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ എത്രത്തോളം ഹീറ്റ് എനർജി റിലീസ് ആകപ്പെട്ടു അല്ലെങ്കിൽ എത്രത്തോളം ഹീറ്റ് എനർജി അബ്സോർബ് ആകപ്പെട്ടു, ആ ഒരു ഹീറ്റ് എനർജിയുടെ മെഷർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു കലോറിമെട്രി. അപ്പോൾ എനർജിയാണ് അവിടെ മെഷർ ചെയ്യുന്നത്, എമൗണ്ട് ഓഫ് എനർജീനെയാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ കലോറിമെട്രി എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ആ ഒരു എനർജിയെ മെഷർ ചെയ്യുന്ന പ്രോസസ്സാണ് കലോറിമെട്രി. ഹീറ്റ് എനർജി ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ എത്രത്തോളം ഹീറ്റ് എനർജി റിലീസ് ആക്കപ്പെട്ടു അല്ലെങ്കിൽ എത്രത്തോളം ഹീറ്റ് എനർജി അബ്സോർബ് ആക്കപ്പെട്ടു എന്നതിനെ മെഷർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു കലോറിമെട്രി. അപ്പോൾ ആ എനർജിയെ മെഷർ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു പ്രോസസ്സിന് കലോറിമെട്രി എന്ന് തന്നെ പേര് വന്നത്. അവിടെ എനർജിയാണ് മെഷർ ചെയ്യുന്നത്. കലോറീസ് എപ്പോഴും നമ്മൾ എമൗണ്ട് ഓഫ് എനർജി മെഷർ ചെയ്യാനാണ് നമ്മൾ കലോറി എപ്പോഴും പറയാം അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു എനർജിയെ മെഷർ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോസസ്സിന് കലോറിമെട്രി എന്ന് പേര് വന്നത്. എനർജിയെ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കലോറിമെട്രി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രോസസ്സാണ്. ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഒരു കെമിക്കൽ റിയാക്ഷൻസിലൂടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നില്ലെങ്കിൽ ചില കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കുന്നത് ഹീറ്റ് എനർജി റിലീസ് ചെയ്യപ്പെട്ടുകൊണ്ടായിരിക്കും. ചില കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കുന്നത് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടായിരിക്കും. എന്താണെങ്കിലും എത്രത്തോളം ഹീറ്റ് എനർജി ഒരു കെമിക്കൽ റിയാക്ഷൻസിലൂടെ റിലീസ് ആക്കപ്പെട്ടു അല്ലെങ്കിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ അബ്സോർബ് ചെയ്യപ്പെട്ടു, ആ ഒരു എമൗണ്ട് ഓഫ് എനർജി മെഷർ ചെയ്യുന്ന പ്രോസസ്സാണ് കലോറിമെട്രി. അപ്പോൾ ഈ കലോറിമെട്രി ശരിക്കും നമ്മൾ പറയുന്നത് എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസ് ആണ്. അപ്പോൾ എന്താണ് നമ്മൾ ശരിക്കും ഈ ഒരു കെമിക്കൽ റിയാക്ഷൻസിനെ ധാരാളം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ, ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയാറുണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എയറോബിക് റിയാക്ഷൻസ്, അനറോബിക് റിയാക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ എൻഡോതെർമിക് റിയാക്ഷൻസ് ആൻഡ് എക്സോതെർമിക് റിയാക്ഷൻസ്. exothermic reaction and endothermic reaction. So calorimetry is the process of measuring amount of heat energy released or absorbed in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻസ് രണ്ട് രീതിയിൽ സംഭവിക്കാം. ചില കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കുന്നത് ഹീറ്റ് എനർജിയെ റിലീസ് ചെയ്തുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ള റിയാക്ഷൻസിനെ നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് വിളിക്കും. എന്നാൽ മറ്റു ചില കെമിക്കൽ റിയാക്ഷൻസ് ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്തുകൊണ്ടായിരിക്കും സംഭവിക്കുക. അങ്ങനെയുള്ള റിയാക്ഷൻസിനെ നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് വിളിക്കും. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിലും എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിലും എത്രത്തോളം ഹീറ്റ് എനർജിയാണ് റിലീസ് ചെയ്യപ്പെട്ടത്. എക്സോതെർമിക് റിയാക്ഷൻ കൺസിഡർ ചെയ്താൽ ആ എക്സോതെർമിക് റിയാക്ഷനിലൂടെ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ് ആക്കപ്പെട്ടു, എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ് ചെയ്യും, ആ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയെ മെഷർ ചെയ്യുന്ന പ്രോസസ്സാണ് ഈ കലോറിമെട്രി. ഇനി എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ആ എൻഡോതെർമിക് റിയാക്ഷനിലൂടെ എത്രത്തോളം ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യപ്പെട്ടു, ആ അബ്സോർബ് ചെയ്ത ഹീറ്റ് എനർജിയെ മെഷർ ചെയ്യുന്ന പ്രോസസ്സാണ് കലോറിമെട്രി. അപ്പോൾ ഈ കലോറിമെട്രി എന്ന പ്രോസസ്സ് നമ്മൾ ശരിക്കും എക്സോതെർമിക് റിയാക്ഷൻസിലും എൻഡോതെർമിക് റിയാക്ഷൻസിലുമാണ് പറയുന്നത്. കാരണം എക്സോതെർമിക് റിയാക്ഷൻ സംഭവിക്കുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്തുകൊണ്ടാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻ. ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന കെമിസ്ട്രിയിലാണ്. ഈ ടോപ്പിക്ക് ശരിക്കും കുറച്ച് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്, പ്യുവർ ഫിസിക്സ് ടോപ്പിക്കല്ല, കുറച്ച് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കലോറിമെട്രി എന്ന ഒരു പ്രോസസ്സ് പറയുമ്പോൾ നമ്മൾ ശരിക്കും എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസ് മാത്രമാണ് ഈ ഒരു കലോറിമെട്രി. കാരണം ആ രണ്ട് പ്രോസസ്സിലാണ് ഒന്നില്ലെങ്കിൽ ഹീറ്റ് എനർജി റിലീസ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യപ്പെടുക. അപ്പോൾ ഈ ഒരു കലോറിമെട്രി എന്ന ആ ഒരു
ടേം നമ്മൾ എപ്പോഴും എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസ് പറയും. അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാനും ഈ കലോറിമെട്രി എന്ന ആ ഒരു ടേം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എക്സോതെർമിക് റിയാക്ഷൻ ഇപ്പം കെമിക്കൽ റിയാക്ഷൻസിനെ നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ, ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. എയറോബിക് റിയാക്ഷൻ, അനറോബിക് റിയാക്ഷൻ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് എക്സോതെർമിക് റിയാക്ഷൻ ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിലും കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് എക്സോതെർമിക് റിയാക്ഷൻ ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ. ഒരു കാര്യത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് എക്സോതെർമിക് റിയാക്ഷൻ ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിലും ആ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്നത് ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്തുകൊണ്ടാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ റിയാക്ഷൻസിനെയും നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിലും ആ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്നത് ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്തുകൊണ്ടാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസിനെ നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് വിളിക്കും. ഇത് എക്സോതെർമിക്. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിലും ആ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്നത് ഹീറ്റ് എനർജിയെ റിലീസ് ചെയ്തുകൊണ്ടാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ റിയാക്ഷൻസിനെയും എക്സോതെർമിക് റിയാക്ഷൻസ് വിളിക്കും. അപ്പോൾ ഈ കലോറിമെട്രി എന്ന ആ ഒരു കാര്യം ആ ഒരു ടേം നമ്മളെപ്പോഴും എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസിന് യൂസ് ചെയ്യാറുണ്ട്. കാരണം എക്സോതെർമിക് റിയാക്ഷൻസിൽ കലോറിമെട്രി എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ് ആക്കപ്പെട്ടു അല്ലെങ്കിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യപ്പെട്ടു ആ ഒരു എമൗണ്ട് ഓഫ് എനർജി മെഷർ ചെയ്യുന്ന പ്രോസസ്സാണ് കലോറിമെട്രി എന്ന് പറയുന്നത്. ഇവിടെ എക്സോതെർമിക് റിയാക്ഷനിൽ ഹീറ്റ് എനർജി റിലീസ് ചെയ്യപ്പെടുകയാണ് ആ ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ. എൻഡോതെർമിക് റിയാക്ഷനിൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണ്. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ എടുത്താൽ ആ എക്സോതെർമിക് റിയാക്ഷനിലൂടെ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ് ആക്കപ്പെട്ടു അത് മെഷർ ചെയ്യുന്ന പ്രോസസ്സായിരിക്കും കലോറിമെട്രി. എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷനിലൂടെ എത്രത്തോളം ഹീറ്റ് എനർജി അബ്സോർബ് ആക്കപ്പെട്ടു ആ ഒരു അബ്സോർബ് ആക്കപ്പെട്ട എമൗണ്ട് ഓഫ് എനർജി മെഷർ ചെയ്യാൻ കലോറിമെട്രി എന്ന ടേം നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ കലോറിമെട്രി എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്, എൻഡോതെർമിക് ആയിക്കോട്ടെ എക്സോതെർമിക് ആയിക്കോട്ടെ. എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിലും എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിലും ഏതൊരു റിയാക്ഷൻ ആണെങ്കിലും ആ ഒരു റിയാക്ഷനിലൂടെ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസായി അല്ലെങ്കിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അബ്സോർബ് ആക്കപ്പെട്ടു ആ എനർജിയെ മെഷർ ചെയ്യുന്ന പ്രോസസ്സാണ് കലോറിമെട്രി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയാണ്. സോ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ, എക്സോതെർമിക് റിയാക്ഷൻ പറഞ്ഞാൽ heat energy releases. Exothermic reaction. Heat energy releases by the chemical reaction. അങ്ങനെയെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷൻ പറഞ്ഞാൽ ഹീറ്റ് എനർജി അബ്സോർബ്സ്. അപ്പോൾ ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ആ ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ സംഭവിക്കുന്നത് റിലീസ് ഓഫ് ഹീറ്റ് എനർജി ആയിരിക്കും. കുറച്ച് ഹീറ്റ് എനർജി റിലീസ് ചെയ്തുകൊണ്ട് നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻസ് എന്നും ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് വിളിക്കും. അപ്പോൾ ശരിക്കും ഈ കലോറിമെട്രി എന്ന ആ ഒരു ടേം നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻസിലും എൻഡോതെർമിക് റിയാക്ഷൻസിലും യൂസ് ചെയ്യാറുണ്ട്. കാരണം കലോറിമെട്രി എന്ന് പറഞ്ഞാൽ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിലും അത് എക്സോതെർമിക് ആയിക്കോട്ടെ എൻഡോതെർമിക് ആയിക്കോട്ടെ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിലും റിലീസ് ചെയ്യപ്പെട്ട എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി മെഷർ ചെയ്യുന്ന പ്രോസസ്സാണ് കലോറിമെട്രി. എക്സോതെർമിക് റിയാക്ഷൻസിൽ ഹീറ്റ് എനർജി റിലീസ് ചെയ്യപ്പെടുകയാണ്, എൻഡോതെർമിക് റിയാക്ഷനിൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കലോറിമെട്രി എന്ന ആ ഒരു ടേം നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻസിലും എൻഡോതെർമിക് റിയാക്ഷൻസിലും യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ
ഡിറ്റർമൈൻ ചെയ്യുകയും ചെയ്യും എന്നൊരു കലോറിമീറ്റർ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് കലോറിമീറ്റർ. ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് കലോറിമീറ്ററിൽ നിന്നുമാണ് നമ്മൾ വേറെ കുറേ പുതിയ ടേംസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കലോറിമെട്രി ഇപ്പോൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഏതൊരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിലും അത് എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിലും എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിലും ആ ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ് ആക്കപ്പെട്ടു അല്ലെങ്കിൽ എത്രത്തോളം ഹീറ്റ് എനർജി അബ്സോർബ് ആക്കപ്പെട്ടു, ആ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി മെഷർ ചെയ്യുന്ന പ്രോസസ്സാണ് കലോറിമെട്രി. സെക്കൻഡ് അടുത്ത നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. ഈ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി എന്ന് പറഞ്ഞാൽ ശരിക്കും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി എന്ന് പറഞ്ഞാൽ ശരിക്കും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കും. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ അവിടെ ഹീറ്റ് എനർജി കൺസർവ് ആകുകയാണ്. എവിടെ നിന്നോ റിലീസ് ആക്കപ്പെടുന്ന ഹീറ്റ് എനർജി മറ്റെവിടെയോ കൺസർവ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. എവിടെ നിന്നോ നഷ്ടപ്പെടുന്ന ഹീറ്റ് എനർജി മറ്റെവിടെയോ കൺസർവ് ആകുകയാണ്. അതായത് അവിടെ ഹീറ്റ് എനർജി നഷ്ടപ്പെടുന്നില്ല, എവിടെ നിന്നോ ലോസ് ആകുന്ന ഹീറ്റ് എനർജി മറ്റെവിടെയോ കൺസർവ് ആകുകയാണ്. അതുകൊണ്ടാണ് തന്നെയാണ് നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുന്നത്? നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. അപ്പോൾ പറഞ്ഞിരുന്നു ആ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. എവിടെ നിന്നോ ലോസ് ആകുന്ന ഹീറ്റ് എനർജി മറ്റെവിടെയോ കൺസർവ് ആകപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുന്നത് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വളരെ ഹൈ ടെമ്പറേച്ചർ ഉള്ള ഒരു ബോഡി കൺസിഡർ ചെയ്യുന്നു. അതേപോലെ തന്നെ വളരെ ലോ ടെമ്പറേച്ചറുള്ള മറ്റൊരു ബോഡി കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ബോഡി ഞാൻ എ എന്നും സെക്കൻഡ് ബോഡിയെ ബി എന്നും എടുക്കുകയാണ്. ബോഡി എ, ബോഡി. അപ്പോൾ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ബോഡി, ബി എന്ന് പറയുന്നത് സെക്കൻഡ് ബോഡി. ഈ എ എന്ന ഫസ്റ്റ് ബോഡി വളരെ ഹൈ ടെമ്പറേച്ചറിലാണ്, അല്ലെങ്കിൽ ഒരു ഹോട്ട് ബോഡിയായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഈ എ എന്ന ഫസ്റ്റ് ബോഡി വളരെ ഹൈ ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ബി എന്ന സെക്കൻഡ് ബോഡി വളരെ ചെറിയ ലോ ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എ എന്ന ബോഡി വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ എ എന്ന ബോഡിയെ ഹോട്ട് ബോഡിയായിട്ട് എടുക്കുകയാണ്. ഹോട്ട് ബോഡി. അതേപോലെ തന്നെ ഈ ബി എന്ന ബോഡി വളരെ ലോ ടെമ്പറേച്ചറുള്ള ബോഡിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബി എന്ന ബോഡിയെ കോൾഡ് ബോഡിയായിട്ട് എടുക്കുകയാണ്. കോൾഡ് ബോഡിയായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ആണ്. എന്തുകൊണ്ടാണ് ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്ന് പറയാനുള്ളൊരു എക്സാമ്പിളാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഞാൻ രണ്ട് ബോഡി കൺസിഡർ ചെയ്തു. എ എന്ന ഫസ്റ്റ് ബോഡി, ബി എന്ന സെക്കൻഡ് ബോഡി. ഈ എ എന്ന ഫസ്റ്റ് ബോഡിയുടെ ടെമ്പറേച്ചർ വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ എ എന്ന ഫസ്റ്റ് ബോഡിയെ ഹോട്ട് ബോഡിയായിട്ട് കൺസിഡർ ചെയ്തു. ബി എന്ന സെക്കൻഡ് ബോഡി ഇരിക്കുന്നത് വളരെ ലോ ടെമ്പറേച്ചറിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബി എന്ന സെക്കൻഡ് ബോഡിയെ കോൾഡ് ബോഡിയായിട്ട് കൺസിഡർ ചെയ്തു. അതിന് മുമ്പായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഹീറ്റ് എനർജി, ഹീറ്റ്, ടെമ്പറേച്ചർ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഹീറ്റ്, എന്താണ് ടെമ്പറേച്ചർ, എന്താണ് ഹീറ്റിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ആശയം, നോഷൻ എന്താണ്, അതേപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ പൂർണ്ണമായിട്ടുള്ള നോഷൻ എന്താണ്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കുക. ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണ് ഹീറ്റ്, എന്താണ് ടെമ്പറേച്ചർ എന്നാണ്. അവിടെ നിൽക്കട്ടെ.
എന്താണ് ഹീറ്റ്, എന്താണ് ടെമ്പറേച്ചർ. ഹീറ്റ് എപ്പോഴും നമ്മൾ ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ പറയും, കെൽവിനിൽ പറയും, ഫാരൻഹീറ്റിലൊക്കെ പറയും. ടെമ്പറേച്ചർ ഹീറ്റ് എപ്പോഴും നമ്മൾ പറയാം ജൂൾസിലായിരിക്കും. അപ്പോൾ എന്താണ് ഹീറ്റ്, എന്താണ് ടെമ്പറേച്ചർ എന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്താൽ, ഇതാണ് ഒരു ഗ്ലാസ്, ഒരു ഹാഫ് എമൗണ്ട് ഓഫ് വാട്ടർ, ഈ ഒരു ഫുൾ ഗ്ലാസ്സിൽ ഹാഫ് എമൗണ്ട് ഓഫ് വാട്ടർ എടുത്തു. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ്സിനുള്ളിലായിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിനുള്ളിലായിട്ട് ഹാഫ് ഗ്ലാസ് ഓഫ് വാട്ടർ നമ്മൾ എടുത്തു. അപ്പോൾ ആ ഒരു വാട്ടറാണ്. അപ്പോൾ ഈ വാട്ടറിനകത്ത്, വാട്ടറിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ H2O അല്ലെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേരുമ്പോൾ വാട്ടർ എന്ന കോമ്പൗണ്ട്, രണ്ട് ഹൈഡ്രജൻ എന്ന എലമെൻറ്റിന് 2 ആറ്റവും ഓക്സിജൻ എന്ന എലമെൻറ്റിൻ്റെ 1 ആറ്റവും ചേരുമ്പോൾ വാട്ടർ എന്ന കോമ്പൗണ്ട്, എലമെൻറ്റ്സ് കൂടി ചേരുമ്പോഴാണ് കോമ്പൗണ്ട് ഉണ്ടാവുക. അപ്പോൾ ഈ എന്താണ് ഹീറ്റ് എന്ന് പറയാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിനകത്ത്, ഈ ഒരു ഗ്ലാസ്സിൽ ഹാഫ് ലിറ്റർ വാട്ടർ ഞാൻ എടുത്തു. അതിനുശേഷം ഈ ഒരു വാട്ടറിനുള്ളിൽ ധാരാളം ആറ്റം, 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ഉണ്ട്. അതായത് ഈ വാട്ടറിൽ മോളിക്യൂൾസ് ഉണ്ട്, ധാരാളം മോളിക്യൂൾസ് ഉണ്ട്. ആറ്റംസ് തമ്മിൽ ചേരുമ്പോഴാണ് മോളിക്യൂൾസ് ഫോം ചെയ്യുക. അപ്പോൾ ഈ ഒരു മോളിക്യൂൾസ് എപ്പോഴും ഈ വാട്ടറിനുള്ളിൽ മൂവ് ചെയ്തുകൊണ്ട് റാൻഡം മോഷനിലാണ് ഇരിക്കുന്നത്, അപ്പോൾ നമ്മളൊരു ഗ്ലാസ് ഓഫ് വാട്ടർ കൺസിഡർ ചെയ്താൽ ആ വാട്ടറിനുള്ളിലുള്ള മോളിക്യൂൾസ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഗ്ലാസ് ഓഫ് വാട്ടർ ഗ്ലാസ്സിലെ വേണ്ടി നമ്മൾ സർഫസിലേക്ക് പോർ ചെയ്താൽ ആ വാട്ടർ കുറച്ച് ഡിസ്റ്റൻസ് എങ്കിലും ഒന്ന് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്നത് ശരിക്കും ആ വാട്ടറിനുള്ളിലുള്ള മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഓൾറെഡി ഈ ഗ്ലാസ്സിനുള്ളിലുള്ള മോളിക്യൂൾസിന് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ്സിനുള്ളിലുള്ള മോളിക്യൂൾസിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. ആ ടോട്ടൽ കൈനറ്റിക് എനർജി, അപ്പോൾ ആ ഓരോ മോളിക്യൂൾസും കൈനറ്റിക് എനർജി ഹോൾഡ് ചെയ്യുമ്പോൾ ആ ഒരു വാട്ടറിനുള്ളിലുള്ള മോളിക്യൂൾസിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി, ആ ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബോഡിക്കകത്തുള്ള മോളിക്യൂൾസിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി, അതാണ് ഹീറ്റ് ആയിട്ട് നമ്മൾ പറയുക. എന്നാൽ ആ ഒരു കൈനറ്റിക് എനർജിയുടെ ഒരു മെഷർമെൻറ്റ് എടുത്താൽ, അപ്പോൾ ഒരു ബോഡി കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ കൺസിഡർ ചെയ്താൽ, വാട്ടറിനുള്ളിൽ ധാരാളം മോളിക്യൂൾസ് ഉണ്ട്. ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും ചേർന്ന് ധാരാളം മോളിക്യൂൾസ് ഉണ്ടാകുന്നുണ്ട്. ആ മോളിക്യൂൾസ് എല്ലാം മൂവ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ മോളിക്യൂൾസ് എല്ലാം കൈനറ്റിക് എനർജി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടോട്ടൽ കൈനറ്റിക് എനർജി, ഓരോ മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോൾ ഓരോ മോളിക്യൂൾസിൻ്റെയും ടോട്ടൽ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി, അതാണ് ഹീറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. എന്താണ് ടെമ്പറേച്ചർ? അപ്പോൾ ആ കൈനറ്റിക് എനർജിയുടെ ഒരു മെഷർമെൻറ്റ് എടുത്താൽ ആ മെഷർ ഓഫ് കൈനറ്റിക് എനർജിയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. അപ്പോൾ ഹീറ്റ് എപ്പോഴും നമ്മൾ ജൂൾസിലായിരിക്കും ഡിഫൈൻ ചെയ്യുക. ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ കെൽവിനിൽ പറയാറുണ്ട്, ഡിഗ്രി സെൽഷ്യസിൽ പറയാറുണ്ട്, ഫാരൻഹീറ്റിലും പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ഹീറ്റ്, അതാണ് ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ റാൻഡം മോഷൻ. ആ ഒരു ബോഡിക്കകത്തുള്ള മോളിക്യൂൾസിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് ഹീറ്റ് നമുക്ക് നൽകുക. എങ്കിൽ ആ കൈനറ്റിക് എനർജിയുടെ ഒരു മെഷർ എടുത്താൽ ആ മെഷർമെൻ്റ് ആയിരിക്കും ടെമ്പറേച്ചർ നമുക്ക് നൽകുക. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി, എന്തുകൊണ്ടാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുന്നതെന്ന് പറയാൻ പോകുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എ എന്ന ഒരു ഹോട്ട് ബോഡി എടുത്തു. അപ്പോൾ യൂഷ്വലി ആ എ എന്ന ബോഡി വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്നുവെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ എ എന്ന ബോഡിയെ ഹോട്ട് ബോഡിയായിട്ട്, ബി എന്ന ബോഡിയുടെ ടെമ്പറേച്ചർ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ബി എന്ന ബോഡിയെ കോൾഡ് ബോഡിയായിട്ട് എടുത്തു. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എ എന്ന ഹോട്ട് ബോഡിയെയും ബി എന്ന കോൾഡ് ബോഡിയും വളരെ അടുത്ത് പ്ലേസ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ഫിഗറിൽ ഈ എ എന്ന ഹോട്ട് ബോഡിയെയും ബി എന്ന കോൾഡ് ബോഡിയെയും വളരെ അടുത്ത് പ്ലേസ് ചെയ്യുക. സെക്കൻഡ് ഫിഗറിൽ ഞാൻ എ എന്ന ഹോട്ട് ബോഡിയെയും ബി എന്ന കോൾഡ് ബോഡിയെയും വളരെ അടുത്ത് പ്ലേസ് ചെയ്യാം. ഫസ്റ്റ് ഫിഗറിൽ എ എന്ന വളരെ ഹൈ ടെമ്പറേച്ചറിലുള്ള എ എന്ന ഒരു ഹോട്ട് ബോഡി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വളരെ ലോ ടെമ്പറേച്ചറിലുള്ള ബി എന്ന ഒരു കോൾഡ് ബോഡി ഉണ്ടായിരുന്നു. അതിനുശേഷം
ഞാൻ സെക്കൻഡ് ഫിഗർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഈ ഹോട്ട് ബോഡിയായ എ എന്ന ഹോട്ട് ബോഡിയെയും വളരെ ലോ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബി എന്ന കോൾഡ് ബോഡിയും വളരെ അടുത്ത് പ്ലേസ് ചെയ്താൽ തീർച്ചയായിട്ടും ഈ എ എന്ന വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഈ എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും തീർച്ചയായിട്ടും ഹീറ്റ് എനർജി വളരെ ലോ ടെമ്പറേച്ചറിലുള്ള ബി എന്ന കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആക്കപ്പെടും. ശരിയല്ല? ട്രാൻസ്ഫർ ആക്കപ്പെടും. എപ്പോഴും നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാ ബോഡിക്കും ഒരു ടെൻഡൻസി ഉണ്ട്. എപ്പോഴും എല്ലാ ബോഡിയും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ടെംപ്റ്റ് ചെയ്യുന്നത് ഹയർ കൺസെൻട്രേഷൻ ടു ലോവർ കൺസെൻട്രേഷനിലേക്ക് ഫ്ലോ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് അവർ എനർജിയും ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഹീറ്റ് എനർജിയും ഫോളോ ചെയ്യുന്നത് അതേ ഒരു തിയറി തന്നെയാണ്. ഇവിടെ എ എന്ന ബോഡി വളരെ ഹൈ ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്. അതായത് ഹീറ്റിന്റെ കൺസെൻട്രേഷൻ വളരെ കൂടുതലുള്ളത് എ എന്ന ബോഡിയിലാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലുള്ളത് എ എന്ന ബോഡിയിലാണ്. ആ ടെമ്പറേച്ചറിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവുള്ളത് ബി എന്ന ബോഡിയിലാണ്. തീർച്ചയായിട്ടും ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് ഹൈ കൺസെൻട്രേഷൻ ടു ലോ കൺസെൻട്രേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ എ എന്ന ഹോട്ട് ബോഡിയെയും ബി എന്ന കോൾഡ് ബോഡിയും വളരെ അടുത്ത് പ്ലേസ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഈ എ എന്ന ഹോട്ട് ബോഡി ഇരിക്കുന്ന അത്രയും ഹീറ്റ് എനർജി ബി എന്ന കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. തീർച്ചയായിട്ടും അത് സംഭവിക്കും, ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അങ്ങനെ ഈ എ എന്ന ഹോട്ട് ബോഡിയെയും ബി എന്ന കോൾഡ് ബോഡിയെയും വളരെ അടുത്ത് പ്ലേസ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഈ എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നുമുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് എനർജി വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നുമുള്ള ഹീറ്റ് എനർജി ബി എന്ന കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആക്കപ്പെടും. അങ്ങനെ ഈ എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നുമുള്ള ഹീറ്റ് എനർജി ബി എന്ന കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. കുറച്ചുകൂടി വലുതായിട്ട് വരയ്ക്കാം ഫിഗർ. ഇപ്പോൾ ഇവിടെ എ എന്ന ഹോട്ട് ബോഡി വളരെ ഹൈ ടെമ്പറേച്ചറിലുള്ള എ എന്ന ഹോട്ട് ബോഡിയെയും വളരെ ലോ ടെമ്പറേച്ചറിലുള്ള ബി എന്ന കോൾഡ് ബോഡി ഞാൻ വളരെ അടുത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ വളരെ ഹൈ ടെമ്പറേച്ചറിലുള്ള ഈ എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി വളരെ ലോ ടെമ്പറേച്ചറിലുള്ള ബി എന്ന കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആക്കപ്പെടും. കാരണം എല്ലാ ബോഡിയും എപ്പോഴും ആഗ്രഹിക്കുന്നത് ഫ്ലോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫ്രം ഹൈ കൺസെൻട്രേഷൻ ടു ലോ കൺസെൻട്രേഷൻ ആണ്. ഇവിടെ ടെമ്പറേച്ചറിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലുള്ളത് എ എന്ന ബോഡിയിലാണ്, ടെമ്പറേച്ചറിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവുള്ളത് ബി എന്ന ബോഡിയിലാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഹീറ്റ് എനർജി ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നത് ഈ ഫ്രം എ ടു ബി ആയിരിക്കും. ശരിയല്ല? എ എന്ന ബോഡിയിൽ നിന്നുമായിരിക്കും ബി എന്ന ബോഡിയിലേക്ക് ഹീറ്റ് എനർജി ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈ എ എന്ന ഹോട്ട് ബോഡിയും ബി എന്ന കോൾഡ് ബോഡിയും വളരെ അടുത്ത് പ്ലേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഈ എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി ബി എന്ന കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആകാൻ തുടങ്ങും. അങ്ങനെ ട്രാൻസ്ഫർ ആക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഹീറ്റ് എനർജി. എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി വളരെ ലോ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബി എന്ന കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ട്രാൻസ്ഫർ ആയി ഒരു സമയം എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഈ എ എന്ന ഹോട്ട് ബോഡിയുടെയും ബി എന്ന കോൾഡ് ബോഡിയുടെയും ടെമ്പറേച്ചർ സെയിം ആകും. അപ്പോൾ ഇനിഷ്യലി നമ്മൾ പ്ലേസ് ചെയ്തിരുന്ന സമയത്ത് നമ്മളൊരു ടേം പ്രത്യേകം പറയണം. ഇനിഷ്യലി പ്ലേസ് ചെയ്തിരുന്ന സമയത്ത് എ എന്ന ബോഡിയുടെ ടെമ്പറേച്ചറിന്റെ ലെവൽ വളരെ ഹൈ ആയിരുന്നു, ബി എന്ന ബോഡിയുടെ ടെമ്പറേച്ചറിന്റെ ലെവൽ വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ എ എന്ന ബോഡിയെ ഹോട്ട് ബോഡിയായിട്ടും ബി എന്ന ബോഡിയെ കോൾഡ് ബോഡി ആയിട്ട് എടുത്തത്. അല്ലെങ്കിൽ ഇനിഷ്യലി ഈ രണ്ട് ബോഡിയെയും അടുത്ത് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് ബോഡിയുടെയും ടെമ്പറേച്ചർ ലെവൽ ഡിഫറെൻ്റ് ആയിരുന്നു. ശരിയല്ല? എ എന്ന ബോഡിയുടെ ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരുന്നു, ബി എന്ന ബോഡിയുടെ ടെമ്പറേച്ചർ വളരെ ലോ ആയിരുന്നു. അല്ലെങ്കിൽ ഈ രണ്ട് ബോഡിയെയും അടുത്ത് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് ബോഡിയുടെ എ എന്ന ബോഡിയുടെയും ബി എന്ന ബോഡിയുടെയും ടെമ്പറേച്ചർ ലെവൽ ഡിഫറെൻ്റ് ആയിരുന്നു. ഫസ്റ്റ് ബോഡിയായ എ എന്ന ബോഡിയുടെ ടെമ്പറേച്ചർ ലെവൽ വളരെ ഹൈ ആയിരുന്നു, ബി എന്ന ബോഡിയുടെ ടെമ്പറേച്ചർ വളരെ ലോ ആയിരുന്നു. അതിനുശേഷം ഈ രണ്ട് ബോഡിയും നമ്മൾ അടുത്ത് പ്ലേസ് ചെയ്തപ്പോൾ ഈ എ എന്ന ഹോട്ട് ബോഡി വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ്
ഹീറ്റ് എനർജി വളരെ ലോ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബി എന്ന ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആകപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ആയി ഒരു സമയം എത്തിയപ്പോൾ ഈ എ എന്ന ഹോട്ട് ബോഡിയുടെയും ബി എന്ന കോൾഡ് ബോഡിയുടെയും ടെമ്പറേച്ചർ ലെവൽ ഡിഫറൻറ്റിൽ നിന്നും സെയിം ആയി അല്ല സെയിം ആകും. അങ്ങനെ ഹീറ്റ് എനർജി എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും ബി എന്ന കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്ത് ഒരു സമയം എത്തുമ്പോൾ ഈ രണ്ട് ബോഡിയുടെയും ടെമ്പറേച്ചർ ലെവൽ ഡിഫറൻറ്റിൽ നിന്നും സെയിം ആകും, അല്ലെങ്കിൽ ഈക്വൽ ആകും. അല്ലെങ്കിൽ ഈ രണ്ട് ബോഡിയുടെയും ടെമ്പറേച്ചർ ലെവൽ ഇക്വിലിബ്രിയത്തിലെത്തും. ആ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദർ ഈസ് നോ ഫർദർ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എനർജി ഫ്രം എ ടു ബി. ഇക്വിലിബ്രിയത്തിലെത്തിയാൽ പിന്നെ ഒരു ഫർദർ ട്രാൻസ്ഫർ ഉണ്ടാകില്ല. കാരണം അങ്ങനെ ഹീറ്റ് എനർജി എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും ബി എന്ന കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്ത് ഒരു ടൈം എത്തിയപ്പോൾ, ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഈ എ എന്ന ഹോട്ട് ബോഡിയുടെയും ബി എന്ന കോൾഡ് ബോഡിയുടെയും ടെമ്പറേച്ചർ ലെവൽ ഡിഫറൻറ്റിൽ നിന്നും സെയിം ലെവലായി, ഇക്വിലിബ്രിയത്തിലായി. രണ്ട് ബോഡിയുടെയും ടെമ്പറേച്ചർ ഈക്വലായി അല്ലെങ്കിൽ ഈക്വലൈസ് ആയി. അതായത് ഇവിടെ എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി ബി എന്ന കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടപ്പോൾ ഇവിടെ ശരിക്കും സംഭവിച്ചത് എ എന്ന ഹോട്ട് ബോഡിയുടെ ഹീറ്റ് എനർജി ലോസ് ആകുകയായിരുന്നു. ശരിയല്ല? ഇനിഷ്യലി വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഇന്ന് എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി ബി എന്ന കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആകപ്പെട്ടപ്പോൾ ഈ എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി നഷ്ടപ്പെടുകയായിരുന്നു. പക്ഷേ ആ നഷ്ടപ്പെട്ട അത്രയും ഹീറ്റ് എനർജി ബി എന്ന കോൾഡ് ബോഡി ഗെയിൻ ചെയ്തു. അല്ലെങ്കിൽ ഈ എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും എത്രത്തോളം ഹീറ്റ് എനർജി നഷ്ടപ്പെട്ടോ അത്രയും ഹീറ്റ് എനർജി ബി എന്ന കോൾഡ് ബോഡി കൺസർവ് ചെയ്യുകയായിരുന്നു. ശരിയല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുക. കാരണം ഇവിടെ എ എന്ന ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി ബി എന്ന കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആകപ്പെട്ടപ്പോൾ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ നഷ്ടപ്പെടുന്ന ഹീറ്റ് എനർജി മുഴുവനും ബി എന്ന കോൾഡ് ബോഡി കൺസർവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുകയാണ്. അതായത് ഇവിടെ ഒരു എനർജി ലോസ് സംഭവിക്കുന്നില്ല. എ എന്ന കോൾഡ് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ആ നഷ്ടപ്പെടുന്ന ഈ ഹീറ്റ് എനർജി എല്ലാം ബി എന്ന കോൾഡ് ബോഡി ഗെയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കൺസർവ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഹീറ്റ് എനർജി ലോസ്ഡ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് എനർജി ഗെയിൻ ബൈ ദ കോൾഡ് ബോഡിയാണ്. Heat energy lost by hot body equal to heat energy gained by the cold body. Gained by the cold body. ഈ ഒരു തിയറി ഇവിടെ സംഭവിക്കുന്നത് കൊണ്ടാണ് തിയറി heat energy lost by the hot body equal to heat energy gained by the cold body. ഈ ഒരു തിയറി ഇവിടെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുക. കാരണം ഇവിടെ എ എന്ന വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന എ എന്ന ഹോട്ട് ബോഡിയെയും വളരെ ലോ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബി എന്ന കോൾഡ് ബോഡിയും വളരെ അടുത്ത് നമ്മൾ ട്രേസ് ചെയ്തപ്പോൾ ഈ വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി തീർച്ചയായിട്ടും വളരെ ലോ ടെമ്പറേച്ചറിലുള്ള ബി എന്ന കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ട്രാൻസ്ഫർ ചെയ്ത് ഒരു ടൈമിൽ, ഒരു സ്റ്റേജിൽ ഈ എ എന്ന ഹോട്ട് ബോഡിയുടെയും ബി എന്ന കോൾഡ് ബോഡിയുടെയും ടെമ്പറേച്ചർ ലെവൽ ഈക്വലൈസ് ആകുന്നുണ്ട്. അപ്പോൾ അടുത്ത് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് ബോഡിയുടെയും ടെമ്പറേച്ചർ ലെവൽ ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ അടുത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്ത് ഈ രണ്ട് ബോഡിയുടെയും, ഹോട്ട് ബോഡിയുടെയും കോൾഡ് ബോഡിയുടെയും, ഈ രണ്ട് ബോഡിയുടെയും ടെമ്പറേച്ചർ ലെവൽ ഈക്വൽ ആയി, അല്ലെങ്കിൽ സെയിം ആയി. എന്തുകൊണ്ടാണ് സെയിം ആയത്? ഇവിടെ എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി ബി എന്ന കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടപ്പോൾ ശരിക്കും ഇവിടെ എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നുമുള്ള എ എന്ന ഹോട്ട് ബോഡിയുടെ ഹീറ്റ് എനർജി അവിടെ നഷ്ടപ്പെടുകയായിരുന്നു. ആ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അത്രയും ഹീറ്റ് എനർജി ഗെയിൻ ചെയ്തത് ബി എന്ന കോൾഡ് ബോഡിയായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി ലോസ് ആകുന്നുണ്ടെങ്കിലും ആ ലോസ് ആകുന്ന ഹീറ്റ് എനർജി അത്രയും എമൗണ്ടിൽ തന്നെ ബി എന്ന കോൾഡ് ബോഡി കൺസർവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ഇവിടെ ഹീറ്റ് എനർജി ലോസ്ഡ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് എനർജി ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി. ഈ ഒരു തിയറി പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ഒബേ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുക. അപ്പോൾ എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കും, വൈ
പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ഈസ് കോൾഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ജസ്റ്റിഫൈ വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ ഈ ഒരു എക്സാമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇനിഷ്യലി വളരെ ഹൈ ടെമ്പറേച്ചറുള്ള എ എന്നൊരു ബോഡി കൺസിഡർ ചെയ്തു. അതിനുശേഷം വളരെ ലോ ടെമ്പറേച്ചറുള്ള ബി എന്നൊരു ബോഡി കൺസിഡർ ചെയ്തു. അപ്പോൾ ഇനിഷ്യലി ആ രണ്ട് ബോഡിയുടെയും ടെമ്പറേച്ചറുകൾ ഡിഫറെൻ്റ് ആണ്. അതിനുശേഷം ഈ രണ്ട് ബോഡി നമ്മൾ വളരെ അടുത്ത് പ്ലേസ് ചെയ്യുമ്പോൾ ഏതൊരു ബോഡിയാണെങ്കിലും ടെംപ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഫ്ലോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫ്രം ഹയർ കൺസെൻട്രേഷൻ ടു ലോവർ കൺസെൻട്രേഷൻ ആണ് അല്ലേ? അതേപോലെ തന്നെ ഇവിടെ ഹീറ്റ് എനർജിയും ആഗ്രഹിക്കുന്നത് ഹയർ കൺസെൻട്രേഷൻ ടു ലോവർ കൺസെൻട്രേഷനിലേക്ക് ഫ്ലോ ചെയ്യാനായിട്ടാണ്. ഇവിടെ ടെമ്പറേച്ചറിൻ്റെ ഹൈ കൺസെൻട്രേഷൻ ഉള്ളത് എ എന്ന ബോഡിയിലാണ്, ലോ കൺസെൻട്രേഷൻ ഉള്ളത് ബി എന്ന ബോഡിയിലാണ്. അപ്പോൾ പിന്നെ സെക്കൻഡ് കേസിൽ ഈ എ എന്ന ഹോട്ട് ബോഡിയെയും ബി എന്ന കോൾഡ് ബോഡിയെയും വളരെ അടുത്ത് നമ്മൾ പ്ലേസ് ചെയ്തപ്പോൾ ഈ എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ആക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ബി എന്ന കോൾഡ് ബോഡിയിലേക്ക്. അങ്ങനെ ഹീറ്റ് എനർജി എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും ബി എന്ന കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഒരു ടൈം എത്തുമ്പോൾ ഈ എ എന്ന ഹോട്ട് ബോഡിയുടെയും ബി എന്ന കോൾഡ് ബോഡിയുടെയും ടെമ്പറേച്ചർ ലെവൽ ഈക്വലൈസ് ആകും, അല്ലെങ്കിൽ സെയിം ആകും, ഡിഫറൻറ്റിൽ നിന്നും സെയിം ആകും. അതായത് ഇവിടെ ശരിക്കും സംഭവിക്കുന്നതാണ്, ഈ എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി ബി എന്ന കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആക്കപ്പെട്ടപ്പോൾ ഇവിടെ ശരിക്കും എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും നഷ്ടപ്പെട്ട അത്രയും ഹീറ്റ് എനർജി ബി എന്ന കോൾഡ് ബോഡി കൺസർവ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഗെയിൻ ചെയ്യായിരുന്നു. അതാണ് ഹീറ്റ് എനർജി ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് എനർജി ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി. അപ്പോൾ ഈ തിയറിയാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയുടെ തിയറി. ഈ ഒരു തിയറി ഒബേ ചെയ്തതുകൊണ്ടാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുക. കാരണം ഇവിടെ എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി ലോസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അത്രയും ലോസായ അത്രയും ഹീറ്റ് എനർജി ബി എന്ന കോൾഡ് ബോഡി കൺസർവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ഹീറ്റ് എനർജി ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് എനർജി ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി. എ എന്ന ഹോട്ട് ബോഡി ലോസ് ആക്കിയ അത്രയും ഹീറ്റ് എനർജി ബി എന്ന കോൾഡ് ബോഡി അത്രയും തന്നെ ഗെയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കൺസർവ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എനർജി നഷ്ടമാകുന്നില്ല. അതാണ് ഹീറ്റ് എനർജി ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് എനർജി ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി. അപ്പോൾ ഈ ഒരു തിയറി പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ഒബേ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. അടുത്തത് ഫോർമുല ഓഫ് കലോറിമെട്രി. ഈ കലോറിമെട്രിക്ക് ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലയാണ് അടുത്ത ടോപ്പിക്ക്. ഫോർമുല ഓഫ് കലോറിമെട്രി ഇതാണ്. Q is equal to mc delta T. ഇതാണ് കലോറിമെട്രിയുടെ ഫോർമുല. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്താണ് കലോറിമെട്രി എന്ന് പറഞ്ഞു. എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസിലാണ് നമ്മൾ കലോറിമെട്രി എന്ന ഒരു പ്രോസസ്സ് പറയുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയിലേക്ക് പോകും. പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഏതൊരു തിയറി ഒബേ ചെയ്യുന്നതുകൊണ്ടാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ഹീറ്റ് ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി. ആ ഒരു തിയറി ഒബേ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. അതിനുശേഷം തേർഡ് വൺ, ഫോർമുല ഓഫ് കലോറിമെട്രിയുടെ ഫോർമുല. അപ്പോൾ കലോറിമെട്രിയുടെ ഫോർമുല ഇതാണ്. Q is equal to mc delta T. അപ്പോൾ എന്താണ് Q, എന്താണ് M, എന്താണ് C, എന്താണ് ഡെൽറ്റ T? Q is the amount of heat energy absorbed or released. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ കണ്ടപ്പോൾ ഒരു ഹോട്ട് ബോഡി കൺസിഡർ ചെയ്തു, കോൾഡ് ബോഡി കൺസിഡർ ചെയ്തു. അതിനുശേഷം ഈ ഹോട്ട് ബോഡിയും കോൾഡ് ബോഡിയും വളരെ അടുത്ത് പ്ലേസ് ചെയ്തു. തീർച്ചയായിട്ടും ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി, വളരെ ഹൈ ടെമ്പറേച്ചറിലുള്ള ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി ലോ ടെമ്പറേച്ചറുള്ള ബി എന്ന കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഒരു ടൈം എത്തുമ്പോൾ ഈ ഹോട്ട് ബോഡിയുടെയും കോൾഡ് ബോഡിയുടെയും ടെമ്പറേച്ചർ ലെവൽ സെയിം ആകും.
ഡിഫറെൻറ്റ് ലെവലിൽ നിന്നും സെയിം ലെവലിലേക്ക് എത്തും. ഡിഫറെൻറ്റ് ലെവലിൽ നിന്നും സെയിം ലെവലിലേക്ക് എത്തും. അപ്പോൾ അവിടെ ശരിക്കും എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ അത്രയും ഹീറ്റ് എനർജി ബി എന്ന കോൾഡ് ബോഡി ഗെയിൻ ചെയ്തു. അല്ലെങ്കിൽ എ എന്ന ഹോട്ട് ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അത്രയും ഹീറ്റ് എനർജി ബി എന്ന കോൾഡ് ബോഡി കൺസർവ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ടായിരുന്നു ഹീറ്റ് എനർജി ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് എനർജി ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ Q എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓർ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ്ഡ് ഓർ അബ്സോർബ്ഡ്. M is the mass of the body, C is the specific heat capacity, and delta T is the change in temperature. Q is the amount of heat energy released or absorbed. M is the mass of the body, C specific heat capacity, and delta T is the change in temperature. T temperature ആണെങ്കിൽ delta T തീർച്ചയായിട്ടും change in temperature ആയിരിക്കുമല്ലോ. Q is the amount of heat energy. Amount of heat energy released or absorbed. Or absorbed. M is the mass of the body. C is the heat capacity or specific heat capacity. C is the specific heat capacity. And delta T is the change in temperature. Change in temperature. അപ്പോൾ Q is equal to mc delta T. ഇതാണ് ഒരു calorimeter ഫോർമുല. Q is the amount of heat energy released or absorbed. M is the mass of the body. C the specific heat capacity, and delta T is the change in temperature. ഇവിടെ നമുക്ക് പരിചയമല്ലാത്ത ഒരു ടേം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. മറ്റുള്ള ടേംസ് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. Q എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ്ഡ് ഓർ അബ്സോർബ്ഡ്. M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ബോഡി നമുക്കറിയാം. ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് പരിചിതമല്ലാത്ത ഒരു ടേം എന്ന് പറഞ്ഞാൽ ഈ സി ആയ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? ഇതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സോ ഞാൻ കലോറിമീറ്ററിന്റെ ഫോർമുല ഇവിടെ എഴുതുകയാണ്. Q is equal to mc delta T. ആ ഫോർമുല അങ്ങനെ കിടന്നോട്ടെ. നമ്മളിനി പറയാൻ പോകുന്നത് സി ആയ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി, എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? അത് നമുക്ക് എന്താണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് നോക്കാം. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഡെഫിനേഷൻ ഇതാണ്. നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്താൽ ഒരു ബോഡിക്ക് ഒരു റൂം ടെമ്പറേച്ചർ കാണും. അതുകൊണ്ട് ഗ്ലാസ് ഓഫ് വാട്ടർ തന്നെ കൺസിഡർ ചെയ്യാം. ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ ഒരു ഗ്ലാസ്സിനുള്ളിലായിട്ട് വാട്ടർ ഉണ്ട്. ആ ഒരു വാട്ടറിൻ്റെ ഒരു റൂം ടെമ്പറേച്ചർ, ആ റൂം ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ആ ഒരു വാട്ടറിന് എക്സ്റ്റേണലായിട്ട് നമ്മൾ എനർജി എക്സ്റ്റേണലായിട്ട് തെർമൽ എനർജിയോ ഹീറ്റ് എനർജിയോ ഒന്നും കൊടുക്കാതിരിക്കുന്ന അവസ്ഥയിൽ ആ വാട്ടറിനുള്ള ഒരു എനർജി അതൊരു 25 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ വിചാരിക്കുകയാണ്, അസ്യൂം ചെയ്യണം. 25 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. അതായത് ആ ഒരു വാട്ടറിൻ്റെ ഗ്ലാസ് ഓഫ് വാട്ടറിൻ്റെ റൂം ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആണ് നിൽക്കട്ടെ. ഇനി ഈ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൻ്റെ 25 ഡിഗ്രി സെൽഷ്യസ് എന്ന റൂം ടെമ്പറേച്ചറിൽ നിന്നും ഈ ഗ്ലാസ് ഓഫ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഒന്ന് റേസ് ചെയ്യണം നമുക്ക്. അല്ലെങ്കിൽ ഈ വാട്ടറിൻ്റെ റൂം ടെമ്പറേച്ചറിൽ നിന്നും ഈ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 26 ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ, അല്ലെങ്കിൽ ഈ വാട്ടറിൻ്റെ റൂം ടെമ്പറേച്ചറായ 25 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് റേസ് ചെയ്യാൻ എത്രത്തോളം എനർജിയാണ് നമുക്ക് വേണ്ടത്, എത്രത്തോളം ഹീറ്റ് എനർജിയാണ് നമുക്ക് വേണ്ടത്, അതിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. അതിനാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. ഇനി ഓരോ ബോഡിക്കും കൊണ്ടൊരു ഹീറ്റ് കപ്പാസിറ്റി. ഇപ്പോൾ ഞാൻ വാട്ടറിൻ്റെ എക്സാമ്പിളിന് വേണ്ടി മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് ഓഫ് വാട്ടർ കൺസിഡർ ചെയ്യുന്നു. ആ ഒരു വാട്ടറിൻ്റെ റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള വാട്ടറിലേക്ക് ഒരു തെർമൽ എനർജി ഹീറ്റ് എനർജി ഒന്നും കൊടുക്കുന്നില്ല. ഒന്നും കൊടുക്കാത്തൊരവസ്ഥയിൽ ആ വാട്ടറിന് ഒരു ടെമ്പറേച്ചർ കാണും.
ആ ടെമ്പറേച്ചറാണ് 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് വിചാരിക്കുക. ഇനി എന്താണ് ആ വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഈ റൂം ടെമ്പറേച്ചറായ 25 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ആ വാട്ടറിന്റെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 1 ഡിഗ്രി സെൽഷ്യസ് ഒന്ന് റേസ് ആക്കാൻ, ഒന്ന് ഉയർത്താൻ, അല്ലെങ്കിൽ ഈ വാട്ടറിന്റെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 20 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഒന്ന് എത്തിക്കാൻ ഈ വാട്ടറിന്റെ ടെമ്പറേച്ചറായ റൂം ടെമ്പറേച്ചറായ 25 ഡിഗ്രി സെൽഷ്യസിനെ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്ത് 25 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഒന്ന് എത്തിക്കാൻ എത്രത്തോളം ഹീറ്റ് എനർജിയാണ് നമ്മൾ ഈ വാട്ടറിലേക്ക് കൊടുക്കേണ്ടത്, അതിനെയാണ് നമ്മൾ ആ വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് വിളിക്കുക. അപ്പോൾ ഈ ഹീറ്റ് കപ്പാസിറ്റി ശരിക്കും മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ ബോഡിയുടെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു ബോഡി ആണെങ്കിലും ആ ഒരു ബോഡിക്ക് ഒരു റൂം ടെമ്പറേച്ചർ കാണും. അത് ചിലപ്പോൾ ഒരു 25 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും, 50 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും, എത്രയായിക്കോട്ടെ. ആ ഒരു ബോഡിയുടെ റൂം ടെമ്പറേച്ചറിൽ നിന്നും ആ ബോഡിയുടെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഒന്ന് റേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ. 1 ഡിഗ്രി സെൽഷ്യസ്, നോട്ട് 2 ഡിഗ്രി സെൽഷ്യസ്, നോട്ട് 3 ഡിഗ്രി സെൽഷ്യസ്, ഓൺലി 1 ഡിഗ്രി സെൽഷ്യസ്. 1 ഡിഗ്രി സെൽഷ്യസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ, ഒന്ന് റേസ് ചെയ്യാൻ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ആ ബോഡിയിലേക്ക് നമ്മൾ നൽകണം, അതാണ് ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് പറഞ്ഞു തരിക. അപ്പോൾ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ കൺസിഡർ ചെയ്താൽ ആ ഗ്ലാസ് ഓഫ് വാട്ടറിന്റെ റൂം ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് ആയ റൂം ടെമ്പറേച്ചറായി നിന്നും ഈ വാട്ടറിന്റെ റൂം ടെമ്പറേച്ചറായ 25 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ആ വാട്ടറിന്റെ ടെമ്പറേച്ചർ ഇനിയും 1 ഡിഗ്രി സെൽഷ്യസ് ഒന്ന് റൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ 25 ഡിഗ്രി സെൽഷ്യസിനെ 26 ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് നമ്മൾ ഈ വാട്ടറിലേക്ക് നൽകേണ്ടത്, അതാണ് ആ വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് നമ്മൾ പറയുക. ഇങ്ങനെ ഓരോ ബോഡിക്കും ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഈ ഒരു ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ആ മെറ്റീരിയലിന്റെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് കൂടുതൽ മാസുള്ള ബോഡി ആണെങ്കിൽ ആ ബോഡിയുടെ മാസ് അതിൻ്റെ ആ ബോഡിയുടെ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിൽ നിന്നും വീണ്ടും 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താനായിട്ട് കൂടുതൽ ഹീറ്റ് എനർജി നമുക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ ഒരു കുറവ് മാസുള്ള ബോഡി ആണെങ്കിൽ ആ ബോഡിയുടെ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിൽ നിന്നും ആ ബോഡിയുടെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഒന്ന് ഇൻക്രീസ് ആക്കാൻ മാസ് കുറവായതുകൊണ്ട് കുറച്ച് ഹീറ്റ് എനർജി കൊടുത്താൽ മതിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഹീറ്റ് എനർജി ആ ബോഡിയുടെ മാസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയം ചോദിച്ച കുട്ടികൾക്കും ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ബോഡിയുടെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആ ബോഡിയുടെ ബോഡിക്ക് റൂം ടെമ്പറേച്ചർ കാണും. റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എനർജി ഒന്നും കൊടുക്കാതെ ആ ബോഡിക്കുള്ള ഒരു എനർജി, ഒരു ടെമ്പറേച്ചർ, അതായിരിക്കും റൂം ടെമ്പറേച്ചർ. ആ റൂം ടെമ്പറേച്ചറിൽ നിന്നും 1 ഡിഗ്രി സെൽഷ്യസ് ആ ബോഡിയുടെ ടെമ്പറേച്ചർ ഒന്ന് റൈസ് ചെയ്യാൻ, ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ എത്രത്തോളം ഹീറ്റ് എനർജിയാണ് ആ ബോഡിയിലേക്ക് നമ്മൾ നൽകേണ്ടത്, അതാണ് ആ ബോഡിയുടെ ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് പറയുക. ആ ഹീറ്റ് കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ആ മെറ്റീരിയലിന്റെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ അപ്പോൾ എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ പറഞ്ഞു ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ആക്കാൻ വേണ്ട ഹീറ്റ് എനർജിയാണ് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് മാസ് ഉള്ള ബോഡിയുടെ ടെമ്പറേച്ചർ അതിൻ്റെ റൂം ടെമ്പറേച്ചറിൽ നിന്നും 1 ഡിഗ്രി സെൽഷ്യസ് റേസ് ചെയ്യാൻ എത്രത്തോളം ഹീറ്റ് എനർജിയാണ് ബോഡിയിലേക്ക് നൽകേണ്ടത്, അതായിരിക്കും അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ അതിൻ്റെ റൂം ടെമ്പറേച്ചറിൽ നിന്നും 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് ആ ബോഡിയിലേക്ക് നമ്മൾ നൽകേണ്ടത്, അതായിരിക്കും ആ ബോഡിയുടെ ഹീറ്റ് കപ്പാസിറ്റി. എന്നാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്. പേരിൽ തന്നെയുണ്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ആ ഹീറ്റ് കപ്പാസിറ്റി വീണ്ടും ഒന്നുകൂടി നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണ്. സ്പെസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് മാസിനെ കൺസിഡർ ചെയ്യാണ്. ഒരു യൂണിറ്റ് മാസ് ഉള്ള ബോഡിയുടെ റൂം ടെമ്പറേച്ചറിനെ
അതിൻ്റെ റൂം ടെമ്പറേച്ചറിൽ നിന്നും 1°C ഇൻക്രീസ് ചെയ്യാൻ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി നൽകണം, അതായിരിക്കും അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയ സി. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ പറയുന്നത് തന്നെ യൂണിറ്റ് മാസ് എന്നാണ്. ഒരു യൂണിറ്റ് മാസുള്ള ബോഡിയുടെ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിൽ നിന്നും 1°C ഇൻക്രീസ് ചെയ്യാൻ വേണ്ട ഹീറ്റ് എനർജിയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാസിനോട് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ട് തന്നെ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ആണ്, ബട്ട് ഹീറ്റ് കപ്പാസിറ്റി ഡിപ്പെൻഡൻറ്റ് ഓഫ് മാസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മളെപ്പോഴും ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സിലാണ് പറയുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയ സി നമ്മളെപ്പോഴും പറയുന്നത് ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സിലായിരിക്കും. കാരണം നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താണ്, അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്താണ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയ സി എപ്പോഴും നമ്മുടെ ബേസിക് ഇക്വേഷൻ ഇതാണ്, Q = mc delta T or C = mc delta T = Q or C = Q divided by m delta T. That is C എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, C = Q എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി. എനർജി നമ്മൾ എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് ജൂൾസിലാണ്. സോ ജൂൾസ് ഡിവൈഡഡ് ബൈ m is the mass unit kilogram, T is the temperature unit Kelvin. For specific heat capacity, C is equal to joule kilogram inverse Kelvin inverse. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയി സി എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. അപ്പോൾ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ള ലിക്വിഡ് വാട്ടറാണ്. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏകദേശം 4200 ജൂൾസ് കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് ആണ്. ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലുള്ള ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടറാണ്. അപ്പോൾ വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏകദേശം 4200 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ലിക്വിഡ്, അപ്പോൾ ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കും, ഒരു ലിക്വിഡ്, രണ്ട് ലിക്വിഡ് ഉണ്ട്, എക്സ് എന്നൊരു ലിക്വിഡ്, വൈ എന്നൊരു ലിക്വിഡ്. ഈ എക്സ് എന്ന ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ അതിൻ്റെ റൂം ടെമ്പറേച്ചറിൽ നിന്നും 1°C ഇൻക്രീസ് ചെയ്യാൻ കുറച്ച് ഹീറ്റ് എനർജി നൽകിയപ്പോൾ തന്നെ, കുറച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി നൽകിയപ്പോൾ തന്നെ ആ എക്സ് എന്ന ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ 1°C ഇൻക്രീസ് ആയി. എന്നാൽ വൈ എന്ന ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ അതിൻ്റെ റൂം ടെമ്പറേച്ചറിൽ നിന്നും കുറേ അധികം ഹീറ്റ് എനർജി നൽകിയപ്പോഴാണ് 1°C അത് ഇൻക്രീസ് ആയത്. അപ്പോൾ ഇവിടെ എക്സ് എന്ന ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണോ കൂടുതൽ, വൈ എന്ന ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണോ കൂടുതൽ? തീർച്ചയായിട്ടും വൈ എന്ന ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് കൂടുതൽ. കാരണം ഇവിടെ എക്സ് എന്ന ലിക്വിഡിൻ്റെ വളരെ കുറവ് ഹീറ്റ് എനർജി നൽകിയപ്പോൾ, പെട്ടെന്ന് തന്നെ കുറച്ച് ഹീറ്റ് എനർജി നൽകിയപ്പോൾ തന്നെ ആ എക്സ് എന്ന ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിൽ നിന്നും 1°C ഇൻക്രീസ് ആയി. എന്നാൽ വൈ എന്ന ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ വളരെയധികം ഹീറ്റ് എനർജി നൽകിയപ്പോഴാണ് അതിൻ്റെ റൂം ടെമ്പറേച്ചറിൽ നിന്നും 1°C അത് ഇൻക്രീസ് ആയത്. വളരെയധികം കൊടുക്കേണ്ടി വന്നു ഹീറ്റ് എനർജി. അപ്പോൾ ഇവിടെ ഹീറ്റ് എനർജി ഏറ്റവും കൂടുതലുള്ളത് വൈ എന്ന ലിക്വിഡിനാണ്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എക്സാംസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയ സി നമ്മളെപ്പോഴും ഡിഫൈൻ ചെയ്യുക ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സിലായിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 ടോപ്പിക്സ് കവർ ചെയ്തു. എന്താണ് വാട്ട് ഈസ് കലോറിമെട്രി, എന്താണ് കലോറിമെട്രി, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി, എന്തുകൊണ്ടാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുന്നത്, ഏതൊരു തിയറി ഒബേ ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി എന്നുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുന്നത്. ഹീറ്റ് എനർജി ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് എനർജി ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി. അതിനുശേഷം ഫോർമുല ഓഫ് കലോറിമെട്രി Q = mc delta T. അതിന് C എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി, എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ റൂം ടെമ്പറേച്ചറിൽ നിന്നും 1°C ആ ബോഡിയുടെ ടെമ്പറേച്ചർ ഒന്ന് റേസ് ചെയ്യാൻ, ഒന്ന് ഉയർത്താൻ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് നമ്മൾ ആ ബോഡിയിലേക്ക് നൽകേണ്ടത്, അതാണ് ആ ബോഡിയുടെ ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് പറയുന്നത്. ഹീറ്റ് കപ്പാസിറ്റി എപ്പോഴും ആ ബോഡിയുടെ മാസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്. ഒരു യൂണിറ്റ് മാസ് കൺസിഡർ ചെയ്താൽ, ഒരു യൂണിറ്റ് മാസുള്ള ബോഡി കൺസിഡർ ചെയ്താൽ
ആ യൂണിറ്റ് മാസുള്ള ബോഡിയുടെ ടെമ്പറേച്ചർ അതിൻ്റെ റൂം ടെമ്പറേച്ചറിൽ നിന്നും 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് നമ്മൾ നൽകേണ്ടത്. അതിനാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി എന്ന് വിളിക്കുക. നമ്മളിപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് സി ഇസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി ഈക്വൽ ടു ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. അപ്പോൾ ഈ Q is equal to MC delta T എന്ന് പറയുന്നത് ഫോർമുല ഓഫ് കലോറിമെട്രിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ Q is equal to MC delta T എന്ന ഈ ഫോർമുല ഓഫ് കലോറിമെട്രി Q is equal to MC delta T ഈ ഒരു ഫോർമുലയെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓസിലേഷൻ എന്ന ചാപ്റ്ററിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് കുറച്ച് കുട്ടികൾ ലൈറ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഫോർമുലയെ ബേസ് ചെയ്തിട്ടുള്ള Q is equal to MC delta T എന്ന ഫോർമുലയെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.